സൗദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട റഹീം സൗദിയിൽ ജയിലിൽ മോചനം കാത്തു കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം റഹീമിന്റെ ഉമ്മയും ബന്ധുക്കളും സൗദിയിലെത്തി റഹീമിനെ നേരിൽ കണ്ടിരുന്നു. ഇന്നു തന്നെ മോചന ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. AK അഭിലാഷ് റഹീമിന്റെ കുടുംബവുമായി സംസാരിച്ചു. ഇന്നു തന്നെ ആ ഉത്തരവുണ്ടാവണം. ആ കുടുംബം കുറേ നാളായി കാത്തിരിക്കുന്നു. അതിലേക്ക് വേണ്ടുന്ന ബ്ലഡ് മണി ഡൊണേറ്റ് ചെയ്തവരും റഹീമിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നല്ല വാർത്ത നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കട്ടെ. AK അഭിലാഷ് റഹീമിന്റെ കുടുംബവുമായി സംസാരിച്ചത് കേട്ടുവരാം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സൗദിയിലെ കോടതി പരിഗണിക്കുകയാണ്. അതിനു മുമ്പ് റഹീമിന്റെ ഉമ്മ റഹീമിനെ സൗദിയിൽ പോയി കണ്ടു. നോക്കൂ, നമ്മുടെ പാത്തുമ്മയൊക്കെ നോക്കൂ, മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. മകനെ കഴിഞ്ഞ 18 വർഷത്തിന് ശേഷം മകനെ അവിടുത്തെ ജയിലിൽ പോയി കണ്ടു. അതിൽ ആ തെളിച്ച ഉമ്മയുടെ മുഖത്തുണ്ട്. കാരണം മകനെ കണ്ടു അല്ലേ? മകനെ കണ്ടു സന്തോഷിച്ച്. ഇങ്ങോട്ട് വന്ന് കാണാനും അതേമാതിരി സന്തോഷം തരട്ടെ. മകൻ എന്ത് പറഞ്ഞു? മകൻ എന്തൊക്കെ കുറെ പറഞ്ഞ് കരച്ചിലൊക്കെ കൂടി ഓനും കരഞ്ഞ് ഞാനും കരഞ്ഞ് പറഞ്ഞാൽ നോക്കി പറയാൻ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കഴിച്ചു. നല്ല നിൽക്കാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ആ കേസ് നേരത്തെ പരിഗണിക്കുന്ന സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ ബെഞ്ച് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഇന്ന് കേസ് പരിഗണിക്കുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി? കഴിഞ്ഞ ഒക്ടോബർ 21 ബെഞ്ച് മുകളിലേക്ക് ഈ ഫയൽ അയച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതൊക്കെ പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു ഇത് നമ്മളെല്ലാം അതിന് കേസ് റിലീസ് ഓർഡർ പ്രഖ്യാപിക്കുന്നത് റദ്ദ് ചെയ്ത കോടതി തന്നെയാണ് പറഞ്ഞിട്ട് വീണ്ടും ആ കോടതിയിലേക്ക് തന്നെ ആ ബെഞ്ചിലേക്ക് അയച്ചു. ആ ബെഞ്ചാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആ ബെഞ്ചിൽ ഇന്ന് റിലീസ് ഓർഡർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു. അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാറുള്ളത്? പോസിറ്റീവായി നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ സമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോയിട്ട് അവർക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ വിഷമത്തിൻ്റെ മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഉമ്മയുടെ ഈ സന്തോഷമാണ്. നേരത്തെ നമ്മൾ അത് കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ഉമ്മ. കുട്ടികൾ വന്ന് കയറി കാണട്ടപ്പോൾ ഇതിലും തെളിച്ചിലുണ്ടാവും. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാ കാര്യത്തിലും. ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളെപ്പോലത്തോലതും അതിനെക്കൊണ്ട് എൻ്റെ കുട്ടീൻ്റെ തല പോയില്ല, അവിടെ ഉണ്ട്. പറയുന്നത് ചാനലുകാർ യൂട്യൂബർമാർ സോഷ്യൽ മീഡിയ സഹായിക്കാനുള്ള ഒരു സന്നദ്ധ മലയാളിക്കുണ്ട്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ചാനലുകളൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും അന്ന് പറഞ്ഞ ഇന്നും മരണം വരെ നമ്മുടെ കുടുംബം ഈ എല്ലാവരും ഒപ്പം ഉണ്ടാവും, കടപ്പാടിൽ നന്ദിയിലും ഉണ്ടാവും എന്ന് അറിയിക്കണം. ഏതായാലും മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന അബ്ദുറഹീമിൻ്റെ മോചനം വൈകാതെ തന്നെ ഉണ്ടാവും. ഇന്ന് കേസ് കോടതി പരിഗണിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോടതി പരിഗണിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ബെഞ്ച് മാറിപ്പോയും അന്ന് ആ കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു പറഞ്ഞത്. ഏതായാലും അതിനുശേഷം ഉമ്മ അവിടെ ജയിലിലെത്തി മകനെ കണ്ടു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഉമ്മ ഇവിടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഉമ്മയുടെ മുഖം നമുക്ക് കണ്ടാൽ അറിയാം, വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷം തന്നെയാണ് മലയാളി കാത്തിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.